ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ സത്യവിശ്വാസികളും അല്ലാത്തവരുമുള്ള പോലെ, ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള പോലെ, നല്ലവരും ചീത്തവരുമുള്ള പോലെ, ജിന്നുകളിലും മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളല്ലാത്തവരുമുണ്ട്. അവരിലും ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മനുഷ്യരെക്കാളും ആയുസ് അവർക്ക് കൂടുതലാണ്. മനുഷ്യരെക്കാളും ഭൗതിക വിഷയങ്ങളിൽ കഴിവ് കൂടുതലാണ്. ഉണ്ടാക്കാൻ, ഓടിച്ചെല്ലാനും നടക്കാനും യാത്ര ചെയ്യാനും മനുഷ്യരെക്കാളും അവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ മനുഷ്യരെയും ജിന്നുകളെയും ചേർത്ത് പറയുന്ന സ്ഥലത്ത് ഈ പ്രപഞ്ചത്തിലെ ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ജിന്നുകളെയാണ് ആദ്യം പറയാ. അല്ലാതെ ജ്ഞാനമോ അറിവോ ഈമാനോ ഇൽമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനുഷ്യരെയും ജിന്നുകളെയും പറയുമ്പോൾ ആദ്യം മനുഷ്യരെയാണ് പറയാ. ഭൗതികമായ എന്തെങ്കിലും ഒരു കഴിവ് മനുഷ്യരേതിനേക്കാളും ജിന്നുകൾക്കുള്ളതിന്റെ പേരിൽ അല്ലാഹു തആല അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ മനുഷ്യനെയും ജിന്നുകളെയും പറയുമ്പോൾ ജിന്നുകളെയാണ് ആദ്യം പറയുന്ന. ഉദാഹരണം സൂറത്തുർ റഹ്മാൻ, യാ മഅശറൽ ജിന്നി വൽ ഇൻസ് إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان. ജിന്നുകളെ മനുഷ്യരെ, യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ മനുഷ്യരെ, ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ഭൂമിയുടെ സർക്കംഫറൻസ്, ഭൂമിയെ നിങ്ങൾക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തുരക്കാൻ കഴിയുമെങ്കിൽ, ആകാശലോകങ്ങളെ തുരന്നു കയറാൻ കഴിയുമെങ്കിൽ, ഫംഫുദൂ നിങ്ങളൊന്ന് തുരന്നാട്ടെ, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന മഹത്തരമായ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പ്രപഞ്ചത്തിൽ നടക്കുന്ന കഴിവ് ഉപയോഗിക്കുന്ന വിഷയമാണ്. അവിടെ അല്ലാഹു യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ മനുഷ്യരെ എന്ന് പറഞ്ഞു. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പോലോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? യുക്തി ആവശ്യമുള്ള വിഷയങ്ങൾ വരുമ്പോ മനുഷ്യരെയാണ് ആദ്യം പറയാ. യുക്തിയിൽ ജിന്നുകളെക്കാളും മുമ്പിൽ മനുഷ്യരാണ്. ശാരീരിക ബലങ്ങളിൽ മനുഷ്യരെക്കാളും മുമ്പിൽ ജിന്നുകളുമാണ്. قل إن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن, പറയുക നബിയേ, لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. لئن اجتمعت الإنس والجن, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ചേർന്നാൽ തന്നെയും, ആദ്യം പറഞ്ഞത് മനുഷ്യരെയാണ്, പിന്നെ ജിന്ന്. വിഷയമെന്താ? അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിന് സമാനമായത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിൽ മനുഷ്യരും ജിന്നുകളും ഒന്ന് ശ്രമിച്ചു നോക്കുക. ലാ യഅ്തൂന ബിമിസ്ലിഹി, ഖുർആനിനോളം തുല്യമായത് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ, നിങ്ങൾ പരസ്പരം സഹായികളായി വർത്തിച്ചാൽ പോലും നിങ്ങൾക്കത് സാധ്യമല്ല. മനുഷ്യന്റെ യുക്തിയും ജ്ഞാനവും ആവശ്യമുള്ള വിഷയം വരുന്നിടത്ത് മനുഷ്യരെയാണ് ആദ്യം പറയാ, പിന്നെയാണ് ജിന്നുകള്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വഹുശിറ ലിസുലൈമാന ജുനൂദു മിനൽ ജിന്നി വൽ ഇൻസി വത്വയ്ർ, പക്ഷികളും ജിന്നുകളും മനുഷ്യരും സൈന്യമായി അല്ലാഹു നൽകിയ സുലൈമാൻ നബി അലൈഹിസ്സലാം, പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഭൗതികമായ വിഷയങ്ങളിൽ സഹായിച്ചിരുന്നവരെ ജിന്നുകളാണ്. അതുകൊണ്ടാണ് വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസ്, ആദ്യം ജിന്നുകളെ പറഞ്ഞു, പിന്നെ മനുഷ്യരെ. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ, മനുഷ്യരെക്കാളും കായിക ബലം കൂടുതൽ ജിന്നുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ജിന്നുകൾ പറയുന്നതായി സൂറത്തുൽ ജിന്നിൽ തന്നെ അല്ലാഹു പറയുന്നത്, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ്, മനുഷ്യരിലെ ചില ആളുകൾ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിലെ ചില ആളുകളെ സഹായികളായി അഭയം പ്രാപിക്കാനായി അവരെ കൂടെ ചേർക്കാറുണ്ട്. ഫസാദൂഹും റഹഖാ, മനുഷ്യരെ സഹായിക്കുന്നവരാണെന്ന നിലയിൽ ആ സമയത്ത് പിശാചുക്കൾക്ക് അഹങ്കാരമുണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മനുഷ്യരെക്കാളും കഴിവ് കൂടുതലുണ്ടവർക്ക്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ പടച്ചതും അവരെ സൃഷ്ടിച്ചതും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിവൈഭവമാണ്. എന്തെല്ലാം സൃഷ്ടികൾ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികള്, എക്സ്റേകള്, ഗാമാ റൈസുകള്, ഏതെല്ലാം തരത്തിലുള്ള പ്രപഞ്ചത്തിന്റെ അതിസങ്കീർണമായ സൃഷ്ടിപ്പുകള് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ മനുഷ്യരുടെ മാത്രമല്ല നബി, ജിന്നുകളുടെ നബിയാണ്. മനുഷ്യരിൽ മാത്രം ശ്രേഷ്ഠമായവരല്ല, മനുഷ്യരിലും ജിന്നുകളിലും മലക്കുകളിലും പ്രപഞ്ചത്തിൽ വെച്ച് മുഴുവനും ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലഖദ് കറംനാ ബനി ആദം, ജിന്നുകളെക്കാളും മനുഷ്യരെ അല്ലാഹു ആദരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ. അതുകൊണ്ടാണ് നല്ല മനുഷ്യരുടെ കൂടെ നല്ല ജിന്നുകൾ കൂടുന്ന പോലെ നല്ല ജിന്നുകളുടെ കൂടെ നല്ല മനുഷ്യരും കൂടാറുണ്ടത്രേ. അല്ലാമ ഇബ്നുൽ ജൗസി അടക്കമുള്ളവർ, ഇബ്നുൽ ഖയ്യിം തങ്ങളെ പോലെയുള്ളവർ കിതാബുർ റൂഹിലും മറ്റു ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മസ്സഹുൽ ഇൻസു, ചില ജിന്നുകളെ മനുഷ്യർ കൂടിയിട്ടുണ്ട് എന്ന്, ജിന്നുകളെ തളർന്നു വീഴുന്നത് കാണുമ്പോൾ കൂടെയുള്ള ജിന്നുകൾ പറയും അത്രേ, മസ്സഹുൽ ഇൻസു, അവനിൽ ഒരു മനുഷ്യൻ കൂടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ടത്രേ. ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വെച്ച് കളിക്കാൻ പാടുള്ളതല്ല. ജിന്നുകളുടെ സഹായം തേടുമ്പോ ജിന്നുകളുമായുള്ള അഭിസംബോധനകളോ അവരുമായുള്ള സഹവാസങ്ങളോ ഉണ്ടാകുന്നിടത്ത് നമ്മൾ അറിയണം, അവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ നുണ പറയുന്നവരുണ്ട്, മനുഷ്യരെ വഞ്ചിക്കുന്നവരുണ്ട്. ആ വഞ്ചനകളിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല. പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ പൂജിക്കുന്നവരുണ്ട്. അവരാണ് സിഹർ ചെയ്യുന്നവരെ. സിഹർ, മാരണം, ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പിശാചിന് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. ജിന്നുകളിലെ റബല്യസ് ആയ വിഭാഗത്തെയാണ് ശൈത്വാന്മാരെന്ന് പറയുന്നത്. ഒരിക്കലും അല്ലാഹുവിന് വഴങ്ങില്ല എന്ന് ശപഥം ചെയ്തവരെ, അവരുടെ പിതാവാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യനെ നഗ്നത കാണിക്കുന്നവനാണ് പിശാച്. ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ ഉപ്പയെ, ഹവ്വാ ബീവി എന്ന നമ്മുടെ ഉമ്മയെ കൊണ്ട് ആ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം കഴിക്കാൻ പ്രേരിപ്പിച്ചവർ കഴിച്ചതിൽ പിന്നെ ഉണ്ടായ വിഷയം എന്താണ്? ഫബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്, മനുഷ്യന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്. ഫതുഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിലെ ഇലകൾ എടുത്തുകൊണ്ട് ആദം നബിയും ഹവ്വാ ബീവിയും നാണം മറച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിശാച് മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ നഗ്നതയിലേക്ക് നോക്കണം എന്നതാണ്. മനുഷ്യനെ കൊണ്ട് മനുഷ്യന്റെ ഔറത്ത് നോക്കിപ്പിക്കലാണ് പിശാചിന്റേത്. വ്യഭിചാരം കാണാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. മനുഷ്യനോട് കാണാൻ പാടില്ലാത്തത് കാണാൻ പ്രേരിപ്പിക്കുന്നത് പൈശാചികമായ ദുർബോധനങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകത്തെ മനുഷ്യരെ കൊണ്ട് ആദ്യമായി അവൻ ചെയ്യിച്ച ദുൽമും മനുഷ്യരുടെ രഹസ്യഭാഗങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തെല്ലാം നമ്മുടെ ചിന്തകളിൽ പ്രേരണ വരുന്നുണ്ടോ അത് പൈശാചിക പ്രേരണകളാണെന്ന് തിരിച്ചറിയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി എത്രയിടങ്ങളിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അപാരമായ കഴിവുകൾ അള്ളാഹു നൽകിയവരാണവര്. ജീവിതകാലത്ത് ഒരിക്കലും ഒരു ജിന്നിന്റെ ഒറിജിനൽ രൂപത്തിൽ ഒരാൾക്കും കാണുക സാധ്യമല്ല. അവരെ അള്ളാഹു പടച്ച എങ്ങനെയാണോ ഒറിജിനൽ രൂപം അങ്ങനെ കാണാൻ കഴിയില്ല. രൂപങ്ങൾ കണ്ടേക്കാം, മനുഷ്യ കോലത്തിൽ വന്നേക്കാം. അള്ളാഹു അവർക്ക് രൂപം മാറാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. നായകളുടെയും നായകളുടെയും പന്നികളുടെയും രൂപത്തിൽ പോലും രൂപം മാറി വരാൻ അവർക്ക് സാധിക്കുമത്രേ. പാമ്പിന്റെ രൂപത്തിൽ വരാറുണ്ടവര്. അവരിൽ ചില ആളുകൾ ബഹുഭൂരിഭാഗം പറവകളായി പറക്കുന്നവരാണത്രേ. അവരിൽ വലിയൊരു വിഭാഗം കറുത്ത നായകളായും ഇഴജന്തുക്കളായും പാമ്പുകളായും നിലനിൽക്കുന്നുണ്ടെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അന്ധവിശ്വാസം പറയല്ല, സ്വഹീഹായ ഹദീസുകളുണ്ട്.